കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായൊരിഞ്ഞ സന്ധ്യമയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു. തിരയിളകുന്നു, ശുരചിതറുന്നു ഇരുളിൻ തീരങ്ങളിൽ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായെരിഞ്ഞ സന്ധ്യമയങ്ങി. മുകിൽ കാറ്റിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമൊലിഞ്ഞു, മിഴിനീരണിഞ്ഞ പഞ്ചാദ്രിനാഥനി സന്നിധാനത്തിലെ സന്യാസി തികവ്. പഞ്ചഭൂതങ്ങളും പാടി നമിക്കുന്ന സംക്രാന്തി കനിവ്. ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് രാമർ പാദം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് നമുക്കിവിടെ എത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു, നമ്മൾ ഇവിടെ ഒന്നും നമ്മൾ എപ്പോഴും വരുന്നതല്ലല്ലോ, അതുകൊണ്ട് വരുന്ന സമയത്ത് എല്ലാവിടെയും മൊത്തത്തിൽ നമ്മളെ കൊണ്ട് എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നോ അത്രയും നമ്മുടെ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റെസ്റ്റ് എടുക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കുറേ ഇളനീരുകളും പിന്നെ എന്താ പറയുക, മാങ്ങ ഉപ്പിലിട്ടത്, മാങ്ങ മുളകിട്ടത്, അങ്ങനെ പപ്പായ, പൈനാപ്പിൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, കരിമ്പ് ജ്യൂസ്, അങ്ങനെ ഓരോ കരിമ്പ് ജ്യൂസും കുടിച്ച് നമ്മളിതാ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടുത്തെ കാണാനുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഇതോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്, അതേപോലെ തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലൊക്കെ അങ്ങ് പൊള്ളുന്നുണ്ട്, അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. ഒന്നാമത് സമയം ഈ ഒരു സമയമല്ലേ, അതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെയുള്ളത്. അതേപോലെ തന്നെ നല്ല ഭംഗി, നമുക്ക് താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മേലോട്ട് കണ്ടുവരുന്നു ഭയങ്കര വ്യൂ ആട്ടോ. അതിന് മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമുക്ക് രാമനാഥസ്വാമി ക്ഷേത്രം വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ല മനോഹരമായ സ്ഥലമാണ്. പിന്നെ നമ്മളിപ്പോൾ കണ്ടോ അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്താണ് എന്താ പറയുക, കല്ലിൽ പതിപ്പിച്ചിരിക്കുന്ന ഒരു പാദമുദ്ര നമുക്ക് കാണാൻ പറ്റും. ഇത് ശ്രീരാമൻ്റെ പാദമുദ്രയായിട്ടാണ് ആളുകൾ ആരാധിക്കപ്പെടുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാമേശ്വരത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ ഒന്നായ ഗതമദന പർവ്വതത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് എല്ലാ സ്ഥലത്തിൻ്റെയും ഒന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മളൊന്നും പറയാത്തത്. രാമായണ പ്രകാരം ശ്രീരാമൻ ലങ്കയിലേക്ക് പാലം രാമസേതു നിർമ്മിക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് സമുദ്രം നോക്കി ദിശ നിർണയം നടത്തിയതായിട്ടാണ് ആൾക്കാർ വിശ്വസിക്കുന്നതും പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഫീൽ ചെയ്തത് ഇവിടെ ഒത്തിരി നോർത്ത് ഇന്ത്യൻസിൽ നമ്മൾ കണ്ടു കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ദൈവം എന്ന് പറയുന്നത് ഹനുമാൻ അല്ലെങ്കിൽ ശ്രീരാമനൊക്കെ ആണെന്ന് തോന്നുന്നു. അറിയില്ല എനിക്ക്, എന്നാലും എൻ്റെ ഒരു ഇതാണ്. നമ്മളധികം വിശ്വാസമാണെന്നല്ല, ഉറപ്പാണെന്ന് തോന്നുന്നു. അധികവും അവർ ദൈവത്തെ തൊഴുകുന്നത് ഹനുമാനെയും ശ്രീരാമനെയൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, എന്താ പറയുക, ഹനുമാൻ്റെ ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഹനുമാൻ്റെ ഓറഞ്ച് കളർ ഇതാണ് അധികം ഇടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ അത്രയും അവർക്ക് ആ ഒരു ഇതിലാണ് അവർ ഇവിടെ വരുന്നതും. ഒത്തിരി പേരിങ്ങനെ ധ്യാനം ചെയ്യുക, അങ്ങനെ ഒത്തിരി വയസ്സായിട്ടുള്ള അമ്മൂമ്മമാരും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഇതാണ് അന്നത്തെ കാലത്തെ, എന്താ പറയുക, അതാ കണ്ടോ, ആ കാണുന്നതാണ് രാമനാഥസ്വാമി ക്ഷേത്രം. ആ ഗോപുരമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും. പക്ഷേ എനിക്ക് ആ സ്ഥലത്തിനെ കുറിച്ചൊന്നും അധികം പറഞ്ഞു തരാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്ട് എത്തിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഇതെല്ലാം കാണാൻ നോക്കുക. ഇത് നമുക്കിവിടെ രാമേശ്വരം വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോകുക കേട്ടോ. പിന്നെ മീനുക്കുട്ടി എന്തിനോ അന്നറിയാതെ കുറേ വീഡിയോസൊക്കെ അവരുടെ മുകളിൽ എടുക്കണ്ടായിരുന്നു. പിന്നെ രേണു ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുക, അതായത് ശ്രീരാമൻ ഇവിടെ നിന്നിട്ടാണ് അങ്ങനെ ഇതായത് നോക്കിയതെന്നോ അങ്ങനെ എന്തൊക്കെയോ, ആ രാമസേതുവിലോട്ട് പോകാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ, അവൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ അവളിങ്ങനെ പറയുമായിരുന്നു. അതെല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് ഇങ്ങനെ ഓരോന്നും പറയായിരുന്നു. അപ്പം നല്ല വെയിലുണ്ട്, എന്നാലും നമ്മൾ മാക്സിമം ഓക്കെ, നമുക്ക് ഒരാഴ്ചയിൽ ഇവിടെയൊക്കെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ
നമ്മൾ 2 ദിവസം 3 ദിവസം ഉണ്ടെങ്കിലും അത്യാവശ്യം നമ്മളെ കൊണ്ട് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോവുക, കാണുക എന്നായിരുന്നു നമ്മളുടെ ഒരു ടാർഗറ്റും നമ്മളുടെ ഒരു ഇത് കേട്ടോ. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇവിടെ അത്യാവശ്യമൊക്കെ ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റുണ്ട്, പക്ഷേ എന്നാലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. എന്താ പറയുക, വയസ്സായിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ, നോർത്ത് ഇന്ത്യൻ ആൾക്കാർ. അതിൻ്റെ അകത്താണ് രാമർപാത ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു ആലുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയലിലേക്കാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ ഇവിടെ ഫോണ്, ക്യാമറ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവർ നമ്മളെ സ്കാൻ ചെയ്യുന്നത് കേട്ടോ. സാധാ മൊബൈൽ പോലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുമില്ലേ അവർ നമ്മുടെ കാറിൽ കൊണ്ടുവയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ കൊണ്ടുവയ്ക്കാൻ പറയും കേട്ടോ. ഈ മെമ്മോറിയൽ നിർമ്മിച്ചിരിക്കുന്നത് 2017 ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മഹാനായ ശാസ്ത്രജ്ഞനുമായ APJ അബ്ദുൽ കലാം സാറിനെ ആദരിച്ച് നിർമ്മിച്ച സ്മാരകമാണ് ഇത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ രാമേശ്വരത്താണ് ഈ മെമ്മോറിയൽ ഉള്ളത്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ വസ്തുക്കളും നമുക്കിവിടെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സമാധിയും ഇതിനകത്താണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അബ്ദുൽ കലാം സാറിൻ്റെ ലളിത ജീവിതവും വലിയ സ്വപ്നങ്ങളും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കാണാനും എല്ലാം പറ്റും കേട്ടോ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. പക്ഷേ ഇവിടെ വന്ന് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ ഓരോ ഫോട്ടോയും ഓരോ സ്റ്റാച്ചുവും എല്ലാം ഇങ്ങനെ നോക്കുന്ന സമയത്ത് അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചു. എനിക്ക് അതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അങ്ങനെയായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്താ പറയുക, അറിയത്തില്ല. അദ്ദേഹം നിൽക്കുന്നതായി നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രയും ഒരു ഇതായിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും രാമേശ്വരം വരുന്നവർ ഇവിടെയും പോകാൻ മറക്കരുത്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് കേട്ടോ. ഇവിടെ വരുന്ന അതായത് കുട്ടികൾക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഇതാ പാമ്പം പാലത്തിൻ്റെ മേലെയോടെ ഒരു യാത്ര കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഈ പാലം കിടക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. എത്ര ദൂരമുണ്ട് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഒത്തിരി കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ട് ഈ ഒരു പാലത്തിന് കേട്ടോ. അത് ഞാൻ വിശദമായിട്ട് പിന്നൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ പോവുമല്ലേ, അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കണ്ടിട്ട് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കുള്ള റോഡാണ്. 2 ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ അടുത്ത വണ്ടി അവിടെ നിർത്താനോ ഒന്നിനും പറ്റത്തില്ല. മൊത്തത്തിൽ ബ്ലോക്കാവും. പിന്നെ നമ്മൾ അവിടെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഒന്ന് കുറച്ചുകൂടെ പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചെറുതാക്കി ഒന്ന് നിർത്തിയിട്ട് ചെറിയ ഒരു എന്താ പറയുക കാറ്റൊക്കെ ഒന്ന് കൊണ്ടിട്ട്, ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കാറ്റ് ഇങ്ങനെ കൊള്ളുന്ന ആൾക്കാർ, അതായത് ചുമ്മാ ഈവനിങ്ങിൽ ഇതുകൂടെ നടക്കാനൊക്കെ ആൾക്കാർ വരും തോന്നുന്നു. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി ഇതാ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഒത്തിരി ബോട്ടുകൾ, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇതാട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ ആ കടലിനെ കാണാനായിട്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് ഒരുമാതിരി നീല കളറാണ് കേട്ടോ, വെള്ളത്തിൻ്റെ കളറ്. ഒത്തിരി ബോട്ടുകൾ, പിന്നെ അതായത് ഈ മീൻ പിടിക്കുന്നതും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒത്തിരി ബോട്ടുകൾ, പിന്നെ കപ്പലുകൾ, അങ്ങനെ ഒത്തിരി അതുണ്ടോ. ഇതാണ് നമ്മുടെ പാമ്പം പാലം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റെയിൽവേയുടെ ഇത് കേട്ടോ. ട്രെയിൻ പോകുന്നത് ഇത് കൂടെയാണ്. അത് പുതിയത്, ഇപ്പുറത്തുള്ളത് പഴയത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കപ്പൽ നിൽക്കുന്നത് കണ്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എന്താ പറയുക, എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത സ്ഥലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നല്ലപോലെ ആസ്വദിച്ചു. നല്ല ഒരു എന്താ പറയുക, ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ ഇവിടെ വന്ന് കാണുമെന്നോ ഇവിടെ ഒന്നും എത്തുമെന്നോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം എന്താ പറയുക, ദൈവം നടത്തി തരുന്ന ദൈവത്തിന് ഒത്തിരി നന്ദി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളിതൊക്കെ സ്വപ്നത്തിലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഇത് എന്താണെന്നറിയില്ല. നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാം എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല. ആ സ്വപ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നിറവേറുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ എത്തും എന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റിയതിലും ഇവിടെ നമ്മളെ എത്തിച്ച ദൈവത്തിനും ഒത്തിരി നന്ദിയെന്ന് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ വേറെ എന്താ പറയുക, എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്നും കഷ്ടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ നമ്മൾ യാത്രയ്ക്കായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാമെന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഭയങ്കര ഇതാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക യാത്ര ചെയ്യാനായിട്ട്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ലവ് യു ഉമ്മ ചെലകുട്ടി.